എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ദേവസ്വം ബോർഡ് ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് നടത്തുന്ന എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം: നാരായണീയം എഴുതി തീർത്തതിൻ്റെ ഓർമ്മയ്ക്ക് ഗുരുവായൂരിൽ നാരായണീയ ദിനം ആചരിക്കുന്ന ദിവസം. ഉത്തരം: വൃശ്ചികം 28. നാരായണീയം രചിച്ചത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ്. ശ്രീമദ് ഭാഗവത പുരാണത്തിൻ്റെ സംഗ്രഹമാണ് നാരായണീയം. ഇതിൻ്റെ ശ്ലോകങ്ങളുടെ എണ്ണമാണ് 1036. 100 ദിവസങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെ രചന പൂർത്തിയാക്കിയത്. വൃശ്ചികം 28-നാണ് നാരായണീയം ഗുരുവായൂരപ്പന് സമർപ്പിച്ചത്. എല്ലാ വർഷവും വൃശ്ചികം 28 നാരായണീയ ദിനമായി ആഘോഷിക്കുന്നു. ഗുരുവായൂരപ്പനെ ദർശിക്കാനുള്ള സൗഭാഗ്യത്തെക്കുറിച്ച് ഹന്തഭാഗ്യം ജനനാം എന്നത് ആദ്യ ശ്ലോകത്തിലാണ് ഉള്ളത്. അവസാന ശ്ലോകത്തിലെ അവസാന വാക്കാണ് ആയുരാരോഗ്യ സൗഖ്യം. മീൻ തൊട്ടു കൂട്ടുക എന്ന് മേൽപ്പത്തൂരിനോട് പറഞ്ഞത് എഴുത്തച്ഛനാണ്. അടുത്ത ചോദ്യം: പൊട്ടിപ്പുറത്ത് ശീബോധി അകത്ത് എന്ന പ്രയോഗം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം: കർക്കടക സംക്രാന്തി. അശ്രീകരമായ പൊട്ടി എന്ന ചേട്ടാഭഗവതിയെ പുറത്താക്കി ഐശ്വര്യത്തിൻ്റെ ദേവതയായ ശ്രീ ഭഗവതിയെ വീട്ടിൽ പ്രതിഷ്ഠിക്കുക എന്ന ചടങ്ങാണ് പൊട്ടിപ്പുറത്ത് ശീബോധി അകത്ത് എന്നത്. സൂര്യൻ മിഥുനം രാശിയിൽ നിന്ന് കർക്കിടകത്തിലേക്ക് സംക്രമിക്കുന്ന കർക്കിടക സംക്രാന്തിയിലാണ് ഈ ആചാരം. അടുത്ത ചോദ്യം: 17-ാം നൂറ്റാണ്ടിലെ മണ്ണാപ്പേടി പുലപ്പേടി എന്ന ദുരാചാരം നിർത്തിയ രാജാവ്. ഉത്തരം: വീരകേളവർമ്മ. 1696 വരെ കേരളത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ ആചാരമായിരുന്നു പുലപ്പേടിയും മണ്ണാപ്പേടിയും. രാത്രികാലങ്ങളിൽ മാത്രം നായർ സ്ത്രീകളെ തൊട്ട് ഭ്രഷ്ടരാക്കി സ്വന്തമാക്കാനുള്ള അവകാശം താഴ്ന്ന ജാതിക്കാരായ മണ്ണാന്മാർക്കും പുലയർക്കും അനുവദിച്ചു കൊടുത്തിരുന്നു. വീരകേളവർമ്മ ചിറവ മൂത്തവർ 1696 ഇത് നിർത്തലാക്കി. അടുത്ത ചോദ്യം: ദ്വീപിൽ ജനിച്ചുവെന്നതിനാൽ കൃഷ്ണദ്വൈപായനൻ എന്നറിയപ്പെട്ടതാരാണ്? ഉത്തരം: വേദവ്യാസൻ. ദ്വൈപായനൻ എന്നറിയപ്പെടുന്നത് വേദവ്യാസനാണ്. പരാശരമുനിയും സത്യവതിയുമാണ് മാതാപിതാക്കൾ. യമുന നദിയുടെ മധ്യത്തിലുള്ള ദ്വീപിൽ വെച്ച് ജനിച്ചതുകൊണ്ടാണ് അവർക്ക് ദ്വൈപായനൻ എന്ന് പേരിട്ടത്. മഹാഭാരതത്തിൻ്റെ രചയിതാവാണ് വ്യാസൻ. വേദത്തെ 4 പകർത്തതിനാൽ വേദവ്യാസൻ എന്നും പേരുണ്ട്. അടുത്ത ചോദ്യം: നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ എന്ന കീർത്തനം രചിച്ചതാര്? ഉത്തരം: പൂന്താനം. നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധി നടുവിൽ ഞാൻ, ഈ നരകത്തിൽ നിന്നും കരകയറ്റിയിടണം തിരുവൈക്കം വാഴും ശിവശംഭു. പൂന്താനം നമ്പൂതിരിയുടെ വളരെ പ്രസിദ്ധമായൊരു കൃതിയാണ് ഈ വൈക്കത്തപ്പനെ പ്രകീർത്തിക്കുന്ന ഈ സ്തോത്രം. ജ്ഞാനപ്പാന രചിച്ചതും പൂന്താനം നമ്പൂതിരിയാണ്. അടുത്ത ചോദ്യം: താഴെ പറയുന്നവരിൽ അർജുനൻ്റെ ഭാര്യ ആരാണ്? ഉത്തരം: ഇവരെല്ലാം അർജുനൻ്റെ ഭാര്യമാരാണ്. പഞ്ചപാണ്ഡവരിൽ ഒരാളാണ് അർജുനൻ. ദ്രൗപദിയെ കൂടാതെ അർജുനന് 3 ഭാര്യമാർ കൂടി ഉണ്ടായിരുന്നു. സുഭദ്ര, ഉലുപി, ചിത്രാംഗത എന്നിവരാണത്. അടുത്ത ചോദ്യം: ക്ഷേത്രശബ്ദത്തിന് ഭഗവത്ഗീതയിൽ നൽകിയ അർത്ഥം എന്താണ്? ഉത്തരം: ശരീരം. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്. എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം: ഉഷയും ചിത്രലേഖയും ഏത് കഥയുമായി ബന്ധപ്പെട്ട കഥാപാത്രങ്ങളാണ്? ഉത്തരം: ബാണയുദ്ധം. ബാണൻ്റെ മകളാണ് ഉഷ. ഉഷയുടെ തോഴിയാണ് ചിത്രലേഖ. മഹാഭാഗവതം ദശമസ്കന്ധം അടിസ്ഥാനമാക്കി ബാലകവി പാലക്കാട്ട് രാമശാസ്ത്രികൾ രചിച്ച ആട്ടക്കഥയാണ് ബാണയുദ്ധം. അതിലെ ഉഷയും ചിത്രലേഖയും തമ്മിലുള്ള ഭാഗം മാത്രമായി ഉഷ ചിത്രലേഖ എന്ന പേരിലും അവതരിപ്പിക്കാറുണ്ട്. അടുത്ത ചോദ്യം: കാർത്തവീര്യൻ്റെ 100 മക്കളെ യുദ്ധത്തിൽ കൊന്ന മഹർഷി? ഉത്തരം: പരശുരാമൻ. ഭഗവാൻ വിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമാണ് ശ്രീ പരശുരാമൻ. ശ്രീ വിഷ്ണു പൂർണ്ണ മനുഷ്യാവതാരത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ അവതാരം കൂടിയാണിത്. ജമദാഗ്നി മഹർഷിയുടെയും ശ്രീ രേണുകാദേവിയുടെയും പുത്രനാണ് രാമൻ എന്ന പരശുരാമൻ. കാർത്തവീര്യൻ എന്ന രാജാവ് ജമദാഗ്നി മഹർഷിയുടെ കാമധേനു എന്ന പവിത്രമായ പശുവിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചു. കാർത്തവീര്യനെ നശിപ്പിക്കാനുള്ള വരം രാമന് ശിവൻ നൽകി. കൂടാതെ ഒരു മഴുവും നൽകി. അന്നു മുതലാണ് രാമൻ ശ്രീ പരശുരാമൻ എന്ന് വിളിക്കപ്പെട്ടത്. ശ്രീ പരശുരാമൻ കാർത്തവീര്യൻ്റെ അടുത്തെത്തി ഭഗവാൻ ശിവൻ നൽകിയ മഴു ഉപയോഗിച്ച് അയാളുമായി യുദ്ധം ചെയ്തു. ഒടുവിൽ കാർത്തവീര്യൻ മരിച്ചു. പരശുരാമനുമായുള്ള തർക്കത്തിനിടയിലാണ് ഗണപതിയുടെ ഒരു കൊമ്പ് മുറിഞ്ഞത്. അടുത്ത ചോദ്യം: തലക്കുളത്തൂർ ഭട്ടതിരിയുമായി ബന്ധപ്പെട്ട സ്ഥലം? ഉത്തരം: പാഴൂർ പടിപ്പുര. ജ്യോതിഷ പാരമ്പര്യമുള്ള ഒരു ഭവനമാണ് പാഴൂർ പടിപ്പുര. തലക്കുളത്തൂർ ഭട്ടതിരി പാഴൂർ പടിപ്പുരയിൽ വെച്ചാണ് സമാധി അടഞ്ഞത്. അടുത്ത ചോദ്യം: മണ്ണാറശാല ആയില്യം ഏത് മാസത്തിലാണ്?
ഉത്തരം തുലാം. തുലാം മാസത്തിലെ ആയില്യം മണ്ണാറശാല ആയില്യം എന്നാണ് അറിയപ്പെടുന്നത്. മണ്ണാറശാല ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് വലിയമ്മയാണ്. മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ വലിയമ്മയാണ് സാവിത്രി അന്തർജനം. അടുത്ത ചോദ്യം, പുനർജനിയുടെ ഗുഹയുള്ള ക്ഷേത്രം. ഉത്തരം തിരുവില്ലാമല. തിരുവില്ലാമലയെക്കുറിച്ചുള്ള വിശദമായ മുൻ ക്ലാസ്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക. അടുത്ത ചോദ്യം, തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം നിർമ്മിച്ചത് ആരാണ്? ഉത്തരം രാജരാജ ചോഴൻ 1. ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിലൊന്നാണ് ബൃഹദീശ്വര ക്ഷേത്രം. ഗോപുരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന മകുടത്തിൻ്റെ നിഴൽ ഉച്ച സമയത്ത് നിലത്ത് വീഴുക എന്നത് ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ്. ചോള രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴൻ AD 985 തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം 1013 പൂർത്തിയായത്. പെരിയ കോവിലെന്നും രാജരാജേശ്വരം കോവിലെന്നും ഇത് അറിയപ്പെടുന്നു. ശിവനാണ് പ്രധാന പ്രതിഷ്ഠ. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 5 നിലകളുള്ള ആദ്യ ഗോപുരത്തിൻ്റെ പേര് കേരളാന്തകൻ തിരുവയൽ എന്നാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലായി 18 ദിവസം നീണ്ടു നിൽക്കുന്ന ചിത്തിര ബ്രഹ്മോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകങ്ങൾ ഉൾപ്പെടുന്നതാണ് തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം. അടുത്ത ചോദ്യം, കായംകുളം ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ യുദ്ധത്തെ ഓർമ്മിപ്പിക്കുന്ന ആഘോഷം. ഉത്തരം ഓച്ചിറകളി. കായംകുളത്തെയും ചെമ്പകശ്ശേരിയിലെയും രാജാക്കന്മാർ തമ്മിൽ നടന്ന യുദ്ധം അനുസ്മരിപ്പിക്കുന്നതാണ് ഓച്ചിറകളി. മിഥുനമാസം 1, 2 തീയതികളിലാണ് ഇത് നടത്തിവരുന്നത്. ഓച്ചിറയിലെ പടനിലത്തിലാണ് ഇത് നടത്തുന്നത്. ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം. കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ ശ്രീകോവിലോ പ്രതിഷ്ഠയോ പൂജയോ ഇല്ല എന്നുള്ളതാണ്. 2 ആൽത്തറയും ഏതാനും ചില കാവുകളും അടങ്ങുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രസങ്കല്പം. ബിംബങ്ങളോ തന്ത്രങ്ങളോ വൈദിക ആരാധനക്രമങ്ങളോ ഇല്ലാത്ത നിരാകാര സങ്കല്പനമാണ് ഓച്ചിറ പരബ്രഹ്മ സ്വരൂപം. കാലദേശ ഗുണരഹിതമായ പരബ്രഹ്മത്തെ പ്രതിനിധീകരിക്കാൻ അരയാൽ വൃക്ഷം മാത്രമാണ് ഇവിടെയുള്ളത്. പരബ്രഹ്മനാഥമായ ഓങ്കാരത്തിൽ നിന്നാണ് ഓച്ചിറ എന്ന പേര് വന്നത്. പ്രധാന ആരാധന കേന്ദ്രങ്ങളായ ആൽത്തറകൾ 2ഉം വേലുത്തമ്പി ദളവയാണ് പണി കഴിപ്പിച്ചത്. ഓച്ചിറകളിയും ഓച്ചിറ കാളകളും ഇവിടുത്തെ പ്രത്യേകതകളാണ്. മണ്ണ് പ്രസാദമായി നൽകുന്നതാണ് ഇവിടുത്തെ സവിശേഷത. പ്രധാന നേർച്ചയാണ് ദരിദ്രർക്കും രോഗികൾക്കും യാചകർക്കുമുള്ള കഞ്ഞി പകർച്ച. പ്രധാന ഉത്സവങ്ങളാണ് മിഥുനമാസത്തിലെ ഓച്ചിറ കളിയും വൃശ്ചിക മാസത്തിലെ 12 വിളക്ക് മഹോത്സവം. വൃശ്ചികം 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ കുടിൽകെട്ടി ഭജനം പാർക്കുന്നത് എന്നുള്ളത് ഭക്തജനങ്ങളുടെ പ്രധാന വഴിപാടാണ്. ഇവിടെ കന്നുകാലികൾക്കായി നടത്തുന്ന 28ാം ഓണവും പ്രസിദ്ധമാണ്. അടുത്ത ചോദ്യം, കുത്തിയോട്ടത്തിന് പ്രസിദ്ധമായ ക്ഷേത്രം. ഉത്തരം ചെട്ടിക്കുളങ്ങര. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര താലൂക്കിലെ ചെട്ടിക്കുളങ്ങരയിലാണ് ചെട്ടിക്കുളങ്ങര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീ ഭദ്രകാളിയാണ് ഇവിടുത്തെ ദേവത. ചെട്ടിക്കുളങ്ങര ഭരണി പ്രധാന ഉത്സവമാണ്. ഉത്സവത്തിൻ്റെ പ്രധാന ആകർഷണം കെട്ടുകാഴ്ച ഘോഷയാത്രയാണ്. കുത്തിയോട്ട ആചാരത്തിനും ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. അടുത്ത ചോദ്യം, സീതയ്ക്കും ലവകുശന്മാർക്കും പ്രതിഷ്ഠയുള്ള ക്ഷേത്രം. ഉത്തരം വയനാട്ടിലെ പുൽപ്പള്ളി ക്ഷേത്രം. വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രം. സീതാദേവിയും ലവകുശന്മാരും പ്രധാന പ്രതിഷ്ഠകളായുള്ള ക്ഷേത്രമാണിത്. ലവകുശന്മാരെ ആരാധിക്കുന്ന ഏക ക്ഷേത്രമാണിത്. ലവകുശന്മാർ കളിച്ചു നടന്നു എന്ന് ഐതിഹ്യത്തിൽ വെള്ളാട്ടം എന്ന ചടങ്ങ് ഇവിടുത്തെ പ്രത്യേകതയാണ്. അടുത്ത ചോദ്യം, ഗുരുവായൂർ ക്ഷേത്രത്തിലെ തന്ത്രി കുടുംബം. ഉത്തരം ചേനാസ്. തന്ത്രസമുച്ചയം എന്ന തന്ത്രഗ്രന്ഥം രചിച്ചത് ചേനാസ് നാരായണൻ നമ്പൂതിരിയാണ്. അടുത്ത ചോദ്യം, കുമാരി പൂജ ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം നവരാത്രി. നവരാത്രി പൂജയിലെ ഒരു ചടങ്ങാണ് കുമാരി പൂജ. ദേവി ഭാഗവതം 3യ സ്കന്ധത്തിലാണ് കുമാരി പൂജയുടെ ചടങ്ങുകൾ വിവരിച്ചിട്ടുള്ളത്. ദേവി ഭാഗവതം പറയുന്ന നവകന്യകൾ ഏതൊക്കെയെന്ന് നോക്കാം. 2 വയസ്സായവളാണ് കുമാരി, 3 വയസ്സായവൾ ത്രിമൂർത്തിയും, 4 വയസ്സായവൾ കല്യാണിയും, 5 വയസ്സായവൾ രോഹിണിയും, 6 വയസ്സായവൾ കാളി, 7 വയസ്സായവൾ ചണ്ഡിക, 8 വയസ്സായവൾ ശാംഭവി, 9 വയസ്സായവൾ ദുർഗ, 10 വയസ്സായവളെ സുഭദ്ര എന്നും പറയുന്നു. ഇവരാണ് നവകന്യകകൾ. കുമാരി ഇല്ലെങ്കിൽ ത്രിമൂർത്തി തൊട്ട് സുഭദ്ര വരെയുള്ള ആരെയും പൂജിക്കാം. അടുത്ത ചോദ്യം, തിരുവനന്തപുരത്തിൻ്റെ പ്രാചീന നാമം. ഉത്തരം സ്യാനന്തൂരപുരം. തിരുവനന്തപുരത്തിൻ്റെ പഴയ പേരായി കരുതപ്പെടുന്നത് സ്യാനന്തൂരപുരമാണ്. തിരുവനന്തപുരത്തെ ഭക്തിരസപ്രധാനമായി വർണ്ണിക്കുന്ന 14ാം നൂറ്റാണ്ടിലെ കാവ്യമാണ് അനന്തപുര വർണ്ണനം. 14ാം നൂറ്റാണ്ടിലെ തിരുവനന്തപുരം നഗരത്തെയാണ് ഈ മണിപ്രവാളം കൃതിയിൽ വർണ്ണിക്കുന്നത്. അടുത്ത ചോദ്യം, തൃക്കല്യാണം നടക്കുന്ന ശാസ്താക്ഷേത്രം ഏതാണ്? ഉത്തരം ആര്യങ്കാവ്.
പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ 5 ധർമ്മശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ആര്യങ്കാവ് ധർമ്മശാസ്താ ക്ഷേത്രം. കൗമാരഭാവത്തിലുള്ള ശാസ്താ പ്രതിഷ്ഠയാണ് ഇവിടെ. ഇവിടുത്തെ വിഗ്രഹം നടയ്ക്ക് നേരെയല്ല, വലതുമൂലയിലേക്ക് അല്പം ചെരിഞ്ഞിരിക്കുന്ന നിലയിലാണ്. ദിവസം 7 നേരം പൂജയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ധനുമാസത്തിൽ നടക്കുന്ന ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അത്യപൂർവമായ ഒരു ചടങ്ങാണ് തൃക്കല്യാണം. ശാസ്താവിന് വധുവായെത്തുന്നത് മാമ്പഴത്തറ ദേവിയാണ്. തമിഴ്നാട്ടുകാർ പെൺവീട്ടുകാരായും കേരളീയർ ആൺവീട്ടുകാരുമായാണ് ചടങ്ങ് നടത്തുന്നത്. അടുത്തത്, അഷ്ടമിക്ക് മുന്നോടിയായി വൈക്കം ക്ഷേത്രത്തിൽ വേദജ്ഞന്മാർ നടത്തിയിരുന്ന ചടങ്ങ്. ഉത്തരം സന്ധ്യാവേല. അടുത്തത്, 51 അക്ഷരാളി എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൻ്റെ കർത്താവാര്? ഉത്തരം മഴമംഗലം നമ്പൂതിരി. ഈ കൃതിയാണ് ഭാഷാ നൈഷധ ചമ്പു. ചോദ്യം, കോട്ടയം തിരുനക്കര ക്ഷേത്രം നിർമ്മിച്ച രാജാവ്? ഉത്തരം തെക്കുംകൂർ രാജാവ്. പരശുരാമൻ സ്ഥാപിച്ച 108 ശിവാലയങ്ങൾ ഒന്നാണിത്. ശിവപ്രതിഷ്ഠ ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ്. തെക്കുംകൂർ രാജാവാണ് ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ഘടന നിർമ്മിച്ചത്. ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത ബ്രാഹ്മണ സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുവാദമില്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, മീനഭരണിക്ക് മുന്നോടിയായി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന രഹസ്യ പൂജ? ഉത്തരം തൃച്ചന്ദന ചാർത്ത്. രേവതി വിളക്ക്, തൃച്ചന്ദന ചാർത്ത്, അശ്വതിക്കാവ് തീണ്ടൽ, കോഴിക്കല്ല് മൂടൽ എന്നിവയാണ് മീനഭരണിയുടെ മുഖ്യ വിശേഷങ്ങൾ. ദാരിക യുദ്ധത്തിൽ മുറിവേറ്റ കാളിക്ക് ചികിത്സ നടത്തുന്നതാണ് തൃച്ചന്ദന ചാർത്ത് പൂജ അല്ലെങ്കിൽ അശ്വതി പൂജ. അശ്വതി നാളിലാണ് തൃച്ചന്ദന ചാർത്ത് നടത്തുന്നത്. തൃച്ചന്ദന പൂജകൾ കഴിഞ്ഞ് അടച്ച നട തുറക്കുമ്പോൾ അടികൾമാർ ചേർന്ന് വരിയരി പായസമാണ് നിവേദിക്കുന്നത്. കാവുതീണ്ടൽ നടക്കുന്നതും അശ്വതി നാളിലാണ്. ദാരികന് മേൽ കാളി വിജയം വരിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന രേവതി നാളിലാണ് രേവതി വിളക്ക്. അടുത്ത ചോദ്യം, കാവുടയാൻ എന്ന ഉഗ്രമൂർത്തി കാവലിനുള്ള ക്ഷേത്രം? ഉത്തരം ചേർത്തല കാർത്യായനി ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിലാണ് കാർത്യായനി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പ്രതിഷ്ഠ നടത്തിയത് വില്ലോമംഗലത്ത് സ്വാമിയാരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, മഹാഭാരത കഥയിൽ സഞ്ജയനുള്ള സ്ഥാനം? ഉത്തരം അന്ധനായ ധൃതരാഷ്ട്രർക്ക് മഹാഭാരത യുദ്ധം വിവരിച്ചു നൽകിയത്. അടുത്തത്, താഴെ പറയുന്നതിൽ ശാസ്താവ് ബാലനായുള്ള ക്ഷേത്രം? ഉത്തരം കുളത്തൂപ്പുഴ. ദേവസ്വം ബോർഡ് എക്സാമുകൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സുക്കോ PSCയുടെ നന്ദി, നമസ്കാരം.